ലേലഹാളിന്റെ ഇടനാഴിയിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സിതാര തന്റെ മുഖത്ത് ജ്യൂസ് ഒഴിച്ചതിന്റെ നാണക്കേടിൽ റോഷൻ വിറയ്ക്കുകയായിരുന്നു. അവന്റെ വില കൂടിയ ഷർട്ടിൽ ജ്യൂസ് കറ പിടിച്ചിരുന്നു. അതിനേക്കാൾ വലിയ കറ അവന്റെ അഹങ്കാരത്തിനേറ്റ മുറിവായിരുന്നു. ഈ പെൺകുട്ടി ആരായാലും അവളെ വെറുതെ വിടില്ലെന്ന് അവൻ ഉറപ്പിച്ചു. അവൻ നേരെ വിക്രം ദേശായിയുടെ അടുത്തേക്ക് ചെന്നു. വിക്രം ലേലത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. റോഷൻ ദേഷ്യത്തോടെ വിക്രത്തിനോട് പറഞ്ഞു, വിക്രം, ആ പെണ്ണ് അവൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അവൾ വെറുമൊരു ബിസിനസ്കാരിയല്ല. എനിക്ക് അവളെ ഒന്ന് കൈകാര്യം ചെയ്യണം. അമിത് മൽഹോത്രയും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലേലഹാളിൽ അമിത് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിക്രം റോഷനെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു. വിക്രമിന് അപ്പോഴേക്കും അത് ശ്രുതി തന്നെയാണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരുന്നു. നീ സമാധാനപ്പെടു റോഷൻ. നിന്റെ മുഖത്ത് ജ്യൂസ് ഒഴിച്ചത് വെറും ഒരു പെണ്ണല്ല, സിംഗാനിയ എന്ന് അവൾ സ്വയം വിളിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മറ്റൊരു മുഖമുണ്ട്. റോഷന്റെ കണ്ണുകൾ വീണ്ടും ക്രൂരമായി തിളങ്ങി. തന്റെ അപമാനത്തിന് പകരമായി സിതാരയെ നശിപ്പിക്കാൻ വിക്രമിനൊപ്പം ചേരാൻ അവൻ തീരുമാനിച്ചു. അമിത് മൽഹോത്രയുടെ തകർച്ചയും സിതാരയുടെ പതനവും ലക്ഷ്യമിട്ട് അവർ പുതിയൊരു കെണി ഒരുക്കാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു. വിക്രം ദേശായി തന്റെ പുതിയ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ശ്രുതിയെ കൊലപ്പെടുത്തുന്നതിനേക്കാൾ ലാഭം തന്ത്രപരമായി അവളെ വിവാഹം കഴിച്ച് അവളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതാണെന്ന് അവൻ ഉറപ്പിച്ചു. ഇതിനായി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനെന്ന വ്യാജേന അവൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു. വിക്രമിന്റെ മെസ്സേജ് ഫോണിൽ തെളിഞ്ഞപ്പോൾ സിതാരയുടെ ഉള്ളൊന്നു മിന്നി. വെറും ഒരു ബിസിനസ് ചർച്ചയ്ക്കല്ല അവൻ തന്നെ വിളിക്കുന്നതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഒരു വലിയ ചതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ആ ചതി എന്താണെന്ന് നേരിട്ടറിയാനും അവനെ അവന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ നേരിടാനും അവൾ ഉറപ്പിച്ചു. തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഒരുക്കുന്ന ഈ കെണിയിൽ അവനെ തന്നെ വീഴ്ത്തണമെന്ന് അവൾ ഉറപ്പിച്ചു. വീട്ടിലെ നിഷ്കളങ്കയായ സിതാരയെ അവിടെ ഉപേക്ഷിച്ച് അവൾ ലേലഹാളിൽ അണിഞ്ഞ അതേ ആത്മവിശ്വാസമുള്ള വസ്ത്രങ്ങളും ആ കറുത്ത കൂളിംഗ് ഗ്ലാസും ധരിച്ച് താൻ ആരാണെന്ന് അവൻ അറിയാമെങ്കിൽ ആ രൂപത്തിൽ തന്നെ അവനെ നേരിടാനായിരുന്നു അവളുടെ തീരുമാനം. സിതാര പുറത്തിറങ്ങിയ ഉടൻ തന്നെ അവളെ നിരീക്ഷിക്കാൻ അമിത് രഹസ്യമായി ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിതാരയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് അമിത്തിന് തോന്നിയിരുന്നുവെങ്കിലും അവൾ ആരാണെന്നോ അവളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നോ അമിത്തിന് ഇപ്പോഴും അറിയില്ലായിരുന്നു. സിതാര പുറത്തിറങ്ങിയ ഉടൻ തന്നെ അമിത്തിന്റെ ആൾക്കാർ അവനെ വിളിച്ചു. സർ, മേഡം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ ആരോടും പറയാതെയാണ് പോകുന്നത്. അമിത് അവർക്ക് കർശനമായി നിർദ്ദേശം നൽകി. ശരി, അവളെ പിന്തുടരൂ. പക്ഷേ വളരെ രഹസ്യമായിരിക്കണം. അവൾ ഒരു കാരണവശാലും ഇതറിയരുത്. അവളുടെ സുരക്ഷയാണ് നമ്മുടെ പ്രധാനം. അമിത് തന്റെ ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോഴും അവളുടെ നീക്കങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. അങ്ങനെ വിക്രം വിളിച്ചതിനെ തുടർന്ന് ആ ആഡംബര ഹോട്ടലിലെത്തിയ സിതാരയോട് വിക്രം വളരെ മാന്യമായി സംസാരിച്ചു തുടങ്ങി. രണ്ടുപേരും കുറച്ചുനേരം ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചു. സംസാരത്തിനിടയിൽ അവൻ അവൾക്ക് കുടിക്കാൻ ഓറഞ്ച് ജ്യൂസ് നൽകി. സിതാര ജാഗ്രതയിലായിരുന്നു. അവൻ എന്തെങ്കിലും ചതി ചെയ്യുമെന്ന് അവൾ മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു. വിക്രം രഹസ്യമായി ആ ജ്യൂസിൽ എന്തോ പൊടി കലർത്തി. എന്നാൽ വിക്രമിന്റെ ഓരോ നീക്കവും സിതാര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ജ്യൂസിൽ എന്തോ കലർത്തുന്നത് കണ്ട അവൾ തന്ത്രപരമായി താൻ ജ്യൂസ് കുടിക്കുന്നുവെന്ന് അവനെ വിശ്വസിപ്പിച്ചു. വിക്രം മറ്റൊരു വശത്തേക്ക് ശ്രദ്ധ മാറ്റിയ നിമിഷം അവൾ ആ ജ്യൂസ് കുടിക്കാതെ പുറത്തേക്ക് കളഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞ് താൻ മയങ്ങിപ്പോയി എന്ന് വിക്രമിനെ തോന്നിപ്പിക്കാനായി അവൾ പതുക്കെ മയക്കം അഭിനയിച്ച് സോഫയിലേക്ക് മറിഞ്ഞു. സിതാര മയങ്ങിപ്പോയി എന്ന് ഉറച്ചു വിശ്വസിച്ച വിക്രം അവളെ താൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ആ ആഡംബര മുറിയിലേക്ക് എടുത്തു കിടത്തി. തന്റെ പ്ലാൻ വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലായിരുന്നു അവൻ. മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ അവൾ മണിക്കൂറുകളോളം എഴുന്നേൽക്കില്ലെന്ന് കരുതിയ വിക്രം വിജയശ്രീ ലാളിതനായി ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് കയറി. ഷവർ ഓണായ ശബ്ദം കേട്ടതും അതുവരെ ബോധമില്ലാത്തതുപോലെ കിടന്ന സിതാര പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അവൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. അതീവ ജാഗ്രതയോടെ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. വിക്രം മേശപ്പുറത്ത് വെച്ചിരുന്ന അവന്റെ ഫോൺ അവൾ ശ്രദ്ധിച്ചു. അവൾ വേഗത്തിൽ ആ ഫോൺ കയ്യിലെടുത്തു. വിക്രമിന്റെ ഫോണിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരാൾക്ക് അവൾ ഒരു രഹസ്യ സന്ദേശം അയച്ചു. അത് ആർക്കാണെന്നോ എന്താണെന്നോ പുറത്തുനിന്നുള്ളവർക്ക് മനസ്സിലാക്കാത്ത വിധം അതീവ രഹസ്യമായിട്ടായിരുന്നു അവൾ ചെയ്തത്. മെസ്സേജ് സെൻഡ് ആയ ഉടൻ തന്നെ അവൾ അത് ഡിലീറ്റ് ചെയ്യുകയും ഫോൺ പഴയതുപോലെ അവിടെ തിരികെ വെക്കുകയും ചെയ്തു. വിക്രം വാഷ്റൂമിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന ശബ്ദം കേട്ടതും അവൾ മിന്നൽ വേഗത്തിൽ തിരികെ ബെഡിൽ വന്ന് കിടന്നു. ഒന്നും അറിയാത്തതുപോലെ മയക്കുമരുന്നിന്റെ ആഴത്തിലുള്ള സ്വാധീനത്തിലാണെന്ന് തോന്നിപ്പിക്കും വിധം അവൾ വീണ്ടും നിശ്ചലയായി. വിക്രം വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തിറങ്ങി.
ബെഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സിതാരയെ നോക്കി അവൻ വിജയഭാവത്തിൽ ഒന്ന് ചിരിച്ചു. തന്റെ പ്ലാനുകൾ ഓരോന്നായി വിജയിക്കാൻ പോവുകയാണെന്ന ആഹ്ലാദത്തിലായിരുന്നു അവൻ. ഉടൻ തന്നെ സിതാരയെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ ഈ വിജയം ഒന്ന് ആഘോഷിക്കാനാണ് അവൻ ആദ്യം തീരുമാനിച്ചത്. അവൻ മുറിക്ക് പുറത്തുള്ള ബാർ ഏരിയയിലേക്ക് പോയി. അവിടെ ഇരുന്ന് തന്റെ വിജയത്തെക്കുറിച്ച് ഓർത്ത് അവൻ ആവോളം മദ്യം കഴിച്ചു. സമയം കടന്നുപോയപ്പോൾ മദ്യം അവന്റെ തലയ്ക്ക് പിടിച്ചു. ശരിക്കും ബോധമില്ലാത്ത അവസ്ഥയിൽ വേച്ച് വേച്ചാണെങ്കിലും അവൻ തിരികെ മുറിയിലേക്ക് നടന്നു. മുറിക്കുള്ളിൽ ബെഡിൽ പുതപ്പിനുള്ളിൽ അനങ്ങാതെ കിടക്കുന്ന സിതാരയെ അവൻ കണ്ടു. മദ്യലഹരിയിൽ അവന് തന്റെ ആവേശം അടക്കാനായില്ല. കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളും തന്നെ തകർക്കാൻ നോക്കിയ ഈ പെൺകുട്ടിയും ഇപ്പോൾ തന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന ചിന്ത അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ആവേശത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. ബെഡിൽ പുതച്ചു കിടക്കുന്ന അവളെ കീഴടക്കാനും തന്റെ പ്ലാൻ പൂർത്തിയാക്കാനുമായി തന്റെ ലക്ഷ്യം കൈപ്പിടിയിലായെന്ന അഹങ്കാരത്തോടെ അവൻ ആ ബെഡിലേക്ക് അമർന്നു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. മുറിക്ക് പുറത്ത് കോളിംഗ് ബെല്ലും വാതിലിലെ മുട്ടും നിർത്താതെ മുഴങ്ങുന്നത് കേട്ടാണ് മദ്യലഹരിയിലായിരുന്ന വിക്രം ഞെട്ടിയുണർന്നത്. ബോധം പൂർണ്ണമായി തെളിഞ്ഞിരുന്നില്ലെങ്കിലും വാതിലിന് പുറത്തെ ബഹളം അവനെ അസ്വസ്ഥനാക്കി. എങ്കിലും ആ മങ്ങിയ വെളിച്ചത്തിൽ ബെഡിലേക്ക് നോക്കി അവൻ ആത്മവിശ്വാസത്തോടെ ഒന്ന് ചിരിച്ചു. ആ പെൺകുട്ടി അപ്പോഴും പുതപ്പിനുള്ളിൽ അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. താൻ വിരിച്ച വലയിൽ അവൾ കുടുങ്ങിയെന്നും ഇനി അവളെ ആർക്കും രക്ഷിക്കാനാവില്ലെന്നും അവൻ ഉറപ്പിച്ചു. വിക്രം ആത്മവിശ്വാസത്തോടെ ചെന്ന് വാതിൽ തുറന്നു. എന്നാൽ വാതിലിന് മുന്നിൽ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. പോലീസും 10ഓളം മീഡിയ ചാനലുകളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ക്യാമറ ലൈറ്റുകൾ അവന്റെ മുഖത്തേക്ക് തുരുതുരാ പതിച്ചു. വാതിലിന് പുറത്ത് മീഡിയക്കാരെയും പോലീസിനെയും കണ്ടവൻ ഞെട്ടിയെങ്കിലും ഉള്ളിൽ ആവേശം നുരഞ്ഞു പൊന്തി. ഇത് അപ്രതീക്ഷിതമായി നടന്ന ഒന്നല്ലായിരുന്നു. മറിച്ച് അവൻ തന്നെ റോഷൻ വഴി മീഡിയയെയും പോലീസിനെയും രഹസ്യമായി വിവരമറിയിച്ചു വരുത്തിയതായിരുന്നു. ദേശായി ഗ്രൂപ്പിന്റെ അനന്തരാവകാശിയായ ഇത്രയും കാലം മരിച്ചുവെന്ന് കരുതിയ ശ്രുതി തിരികെ വന്നുവെന്ന് ലോകത്തെ അറിയിക്കുക. പക്ഷേ അവൾ തന്റെ കൂടെ ഹോട്ടൽ മുറിയിൽ മോശമായ സാഹചര്യത്തിലാണെന്ന് എല്ലാവരെയും കാണിക്കുന്നതിലൂടെ അവളുടെ അഭിമാനം തകർക്കാം. അങ്ങനെ വന്നാൽ സമൂഹത്തിന് മുന്നിൽ അവൾക്ക് വിക്രമിനെ വിവാഹം കഴിക്കുകയല്ലാതെ മറ്റൊരു വഴിയുണ്ടാവില്ല. അമിത് മൽഹോത്രയിൽ നിന്ന് അവളെ എന്നേക്കുമായി അകറ്റാനും അവളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാനും ഇതിലും മികച്ചൊരു വഴിയില്ലെന്ന് വിക്രം വിശ്വസിച്ചിരുന്നു. ഈ ചിന്തകൾക്കിടെയാണ് മീഡിയ റിപ്പോർട്ടർ അവനോട് ചോദിച്ചത്, മിസ്റ്റർ വിക്രം ദേശായി, പ്രമുഖ ബിസിനസ് ഐക്കണായ താങ്കൾ ഒരു പെൺകുട്ടിയെ ഹോട്ടൽ റൂമിൽ എത്തിച്ച് മോശമായി പെരുമാറുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വിക്രം മാധ്യമങ്ങളോടായി കയർത്തുകൊണ്ട് സംസാരിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത്ര ബഹളം വെക്കുന്നത്? എന്റെ കൂടെയുള്ളത് എന്റെ പ്രതിശ്രുത വധുവാണ്. ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്? മിസ്റ്റർ വിക്രം, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് കാണാതായ ശ്രുതി ദേശായിയെയാണെന്ന് കേൾക്കുന്നു. അവരെ കാണാനില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രുതി ദേശായി തന്നെയാണോ നിങ്ങളുടെ കൂടെയുള്ളത്? അതിന് വിക്രം മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും, എന്താ വിക്രം, ഇവിടെ എന്താണ് നടക്കുന്നത്? എന്തിനാണ് ഇത്രയും ആൾക്കാർ ഈ മുറിക്ക് മുന്നിൽ കൂടിയിരിക്കുന്നത്? അകത്തു നിന്ന് ആ പെൺകുട്ടി പതുക്കെ പുറത്തേക്ക് വന്നു. അവൾ വിക്രമിന്റെ അരികിൽ വന്നു നിന്നു. വിക്രം അതീവ സന്തോഷത്തോടെ അവളുടെ തോളിൽ കൈവച്ച് മീഡിയയ്ക്ക് പരിചയപ്പെടുത്താനായി തിരിഞ്ഞു. പക്ഷേ ക്യാമറ വെളിച്ചത്തിൽ അവളുടെ മുഖം തെളിഞ്ഞതും വിക്രമിന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. വിക്രമിന്റെ ആവേശം പാതി വഴിയിൽ നിലച്ചു. അവന്റെ നാവ് ഒട്ടിപ്പോയി. താൻ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താൻ പോയ ആ രൂപമായിരുന്നില്ല അത്. വിക്രം ഞെട്ടിത്തെറിച്ച് പതറി നിൽക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന മീഡിയക്കാർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ക്യാമറകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന വിക്രമിന്റെ അരികിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, അവന്റെ ഗേൾഫ്രണ്ടായ മായയായിരുന്നു അത്. വിക്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ സ്വന്തമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ മായയ്ക്ക് സന്തോഷം തോന്നിയെങ്കിലും അവളുടെ ഉള്ളിൽ പഴയൊരു മുറിവ് നീറുന്നുണ്ടായിരുന്നു. സിതാരയുടെ സാന്നിധ്യത്തിൽ വെച്ച് വിക്രം അവളെ തല്ലിയ ആ നിമിഷം അവൾക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റൊരാളുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചതും സിതാര വന്നതിന് ശേഷം തന്നെ പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങിയതും മായയെ വല്ലാതെ തളർത്തിയിരുന്നു. തന്നെ ഒഴിവാക്കാൻ അവൾ പ്ലാനുകൾ ഇടുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നുവെങ്കിലും ഈ നിമിഷം അവൻ തന്നെ ലോകത്തിനു മുന്നിൽ അംഗീകരിച്ചത് ആ വേദനകൾക്കുള്ള മരുന്നായി അവൾ കരുതി. പക്ഷേ അവൻ ഒരുക്കിയ കെണിയാണിതെന്ന് പാവം മായ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. വിക്രമിന്റെ തോളിൽ തൂങ്ങി നിൽക്കുന്ന മായയെ കണ്ട് മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം ചോദ്യങ്ങളുമായി അവനെ വളഞ്ഞു. വിക്രം നേരത്തെ പ്ലാൻ ചെയ്ത തിരക്കഥയല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിക്രത്തിന് മനസ്സിലായി. റിപ്പോർട്ടർമാരുടെ ചോദ്യങ്ങൾ വിക്രമിന് നേരെ കൂരമ്പുകൾ പോലെ വന്നു പതിച്ചു. മിസ്റ്റർ വിക്രം,
നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ പെൺകുട്ടിയെയാണോ? അപ്പോൾ കാണാതായ ശ്രുതി ദേശായി എവിടെ? ശ്രുതിയുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ നിങ്ങളല്ലേ നോക്കി നടത്തുന്നത്? മിസ്റ്റർ വിക്രം, അപ്പോൾ നിങ്ങൾ ലോകത്തെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണോ? ആരാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി? ചുറ്റും മിന്നുന്ന ക്യാമറ ലൈറ്റുകൾക്കും ആക്രോശിക്കുന്ന റിപ്പോർട്ടർമാർക്കും മുന്നിൽ വിക്രം വിയർത്തു കുളിച്ചു. താൻ വിരിച്ച കെണിയിൽ സ്വന്തം കാൽ കുടുങ്ങിയത് അവൻ അറിഞ്ഞു. തൊണ്ട വരണ്ട് വാക്കുകൾ കിട്ടാതെ അവൻ ദയനീയമായി നിൽക്കുമ്പോൾ ആ വലിയ ഹോട്ടൽ ഇടനാഴിയുടെ അറ്റത്തു നിന്നും ഉറച്ച ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഞാൻ പറയാം. ആ ശബ്ദം കേട്ടതും എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. എല്ലാവരുടെയും ശ്രദ്ധ ഇടനാഴിയുടെ അറ്റത്തേക്ക് തിരിഞ്ഞു. അവിടെ മുറിയിൽ നിന്നും ഒരു ലേഡി ലയണിന്റെ ഗാംഭീര്യത്തോടെ ശ്രുതി ദേശായി നടന്നു വരികയായിരുന്നു. കണ്ണുകളിൽ വെല്ലുവിളി നിറഞ്ഞ തിളക്കവുമായി അവൾ തന്റെ മുഖത്തിരുന്ന കൂളിംഗ് ഗ്ലാസ് സാവധാനം ഊരി. ആ നിമിഷം ക്യാമറ ഫ്ലാഷുകൾ ആ ഇടനാഴിയെ പകൽ വെളിച്ചം പോലെ പ്രകാശമാനമാക്കി. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മുഖം, ശ്രുതി ദേശായി, അവളെ ജീവനോടെ, അതും ഇത്രയും പവർഫുള്ളായി കണ്ടതും വിക്രമിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്തു വീണു. അവൻ കണ്ട സ്വപ്നങ്ങളും അവന്റെ അഹങ്കാരവും ആ നിമിഷം മണ്ണിൽ തകർന്നു വീഴുകയായിരുന്നു. ഒരു വാക്കുപോലും മിണ്ടാനാകാതെ മരണാസന്നനായ ഒരാളെ പോലെ വിക്രം അവിടെ തറഞ്ഞു നിന്നു. ശ്രുതി വിക്രമിനെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ ആ പരിഹാസ ചിരി വിക്രമിന്റെ ഉള്ളിൽ ഭയം നിറച്ചു. ക്യാമറകൾ തങ്ങൾക്ക് നേരെയാണെന്ന ബോധം പോലും നഷ്ടപ്പെട്ട വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, എന്താ വിക്രം, നിനക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ഇവിടെ നിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് വിക്രം ഒന്ന് ഉമിനീറിറക്കി. എന്തു പറയണമെന്നറിയാതെ അവൻ പതറി. ശ്രുതി ചുറ്റും നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരെയും പോലീസിനെയും നോക്കി. എന്നിട്ട് വിക്രമിനെ ചൂണ്ടി ഉറക്കെ പറഞ്ഞു, ഇന്ന് ഈ ഹോട്ടൽ മുറിയിൽ എന്നെ മയക്കിക്കിടത്തി ലോകത്തിനു മുന്നിൽ എന്നെ ഒരു മോശക്കാരിയാക്കി ചിത്രീകരിക്കാനായിരുന്നു ഇവൻ പ്ലാൻ ചെയ്തത്. എന്നെ നാണം കെടുത്തി ആ ബലത്തിൽ എന്റെ സ്വത്തുക്കളും എന്നെയും കൈക്കലാക്കാമെന്നായിരുന്നു ഇവന്റെ കണക്കുകൂട്ടൽ. പക്ഷേ വിക്രം, നീ വിരിച്ച വലയിൽ നീ തന്നെ വീണുപോയി. ശ്രുതിയുടെ ഈ വാക്കുകൾ കേട്ടതും അവിടെയുണ്ടായിരുന്ന മീഡിയക്കാർ അമ്പരന്നു. ഫ്ലാഷ് ലൈറ്റുകൾ വിക്രമിന്റെ മുഖത്ത് തുരുതുര പതിച്ചുകൊണ്ടിരുന്നു. മാധ്യമപ്രവർത്തകർക്കിടയിൽ വലിയൊരു സംസാരം തന്നെ ഉണ്ടായി. മിസ് ശ്രുതി, നിങ്ങൾ പറയുന്നത് സത്യമാണോ? വിക്രം ദേശായി നിങ്ങളെ ചതിക്കാൻ നോക്കിയതാണോ? ശ്രുതി വിക്രമിനെ അടിമുടി നോക്കി. അവൻ അപ്പോഴും ഒരു പ്രതിമയെപ്പോലെ ശ്വാസമടക്കി നിൽക്കുകയായിരുന്നു. തന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത് കേട്ടപ്പോൾ അവന്റെ മുഖം വിളറി വെളുത്തു. ശ്രുതി വീണ്ടും വിക്രമിനോടായി പറഞ്ഞു, നീ വിളിച്ചു വരുത്തിയ ഈ മീഡിയയുടെയും പോലീസുകാരുടെയും മുന്നിൽ വെച്ച് നിന്റെ മുഖം മൂടി ഞാനിന്ന് വലിച്ചു കീറും. നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ ഈ കാമുകിയെ തന്നെ നിന്റെ വിധി നിനക്ക് മുന്നിൽ എത്തിച്ചു തന്നു. ഇനി നീ എന്തു പറയും? ലോകം മുഴുവൻ തത്സമയം കാണുന്ന ആ ദൃശ്യങ്ങളിൽ ഒരു ബിസിനസ് ഐക്കൺ എന്ന നിലയിലുള്ള വിക്രമിന്റെ പ്രതിച്ഛായ ആ സെക്കൻഡിൽ കരിഞ്ഞുപോയി. അവൻ തന്നെ ഒരുക്കിയ കെണിയിൽ അവൻ ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു. സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ പോലീസ് ഓഫീസർ ഇടപെട്ടു. മിസ് ശ്രുതി, മാസങ്ങളായി നിങ്ങളെ കാണാനില്ലായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എവിടെയായിരുന്നു? ശ്രുതി ഒരു ദീർഘശ്വാസം എടുത്തു. അവളുടെ കണ്ണുകളിൽ താൻ കടന്നുപോയ കഷ്ടപ്പാടുകളുടെ തീഷ്ണതയുണ്ടായിരുന്നു. അവൾ വിക്രമിനെ ചൂണ്ടി ഓരോന്നായി പറയാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ബിസിനസ് ഐക്കൺ ഇല്ലേ, ഇയാളാണ് എന്റെ ജീവിതം തകർത്തത്. എന്റെ അച്ഛന്റെ മരണശേഷം എന്റെ സകല സ്വത്തുക്കളും തട്ടിയെടുക്കാൻ വേണ്ടി ഇയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ് ഓർമ്മകൾ നഷ്ടപ്പെട്ട് മാസങ്ങളോളം ഞാൻ തെരുവിലലഞ്ഞു. ആർക്കും വേണ്ടാത്ത എന്നെ അമിത് മൽഹോത്രയാണ് രക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ തണലിലാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇത് കേട്ട് മീഡിയക്കാരും പോലീസും പരസ്പരം നോക്കി. വിക്രമിന്റെ മുഖത്തെ ചോരയോട്ടം പാടെ നിലച്ചു. ശ്രുതി വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രി പോലും എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് സമാധാനപരമായി സംസാരിക്കാനല്ല. എന്നെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി നിങ്ങളെയൊക്കെ സാക്ഷിയാക്കി എന്നെ അപമാനിക്കാനായിരുന്നു ഇയാളുടെ നീക്കം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു? നിങ്ങൾ എങ്ങനെ മറ്റൊരു മുറിയിലെത്തി? പോലീസിന്റെ ആ ചോദ്യത്തിന് മറുപടിയായി ശ്രുതി വിക്രമിനെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ വിക്രമിന്റെ സർവ്വനാശവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വിക്രം എന്തെങ്കിലും ചതി നടത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ ജ്യൂസിൽ മരുന്ന് ചേർക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത് കുടിക്കുന്നതായി അഭിനയിച്ച് തന്ത്രപരമായി കളഞ്ഞു. ബോധം പോയതുപോലെ അഭിനയിച്ച എന്നെ അയാൾ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. വിക്രം മുറിയിൽ നിന്നിറങ്ങിയ ആ നിമിഷം തന്നെ ഞാൻ അയാളുടെ ഫോൺ കൈക്കലാക്കി. എന്നിട്ട് അയാളുടെ ഗേൾഫ്രണ്ടിന് അതിൽ നിന്നൊരു മെസ്സേജ് അയച്ചു. ഉടനെ ഈ ഹോട്ടൽ റൂമിലേക്ക് വരാൻ പറഞ്ഞു.
ശ്രുതി വിക്രമിനെ രൂക്ഷമായി ഒന്ന് നോക്കി. മദ്യപിച്ച് ബോധമില്ലാതെ വിക്രം ബെഡിൽ കിടക്കുന്നത് ഞാനാണെന്ന് കരുതി തന്റെ നാടകം തുടർന്നു. പക്ഷേ അയാൾക്ക് തെറ്റിപ്പോയി. അവിടെയുണ്ടായിരുന്ന മീഡിയക്കാരോടായി ശ്രുതി ചോദിച്ചു, നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചറിയിച്ചത്? ഞങ്ങൾക്ക് ഒരു അനോണിമസ് കോളാണ് ലഭിച്ചത്. മിസ്റ്റർ വിക്രം ഇവിടെ ഒരു പെൺകുട്ടിയോടൊപ്പം ഉണ്ടെന്നായിരുന്നു വിവരം. ശ്രുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അയാൾ തന്നെ ഏൽപ്പിച്ച ആരെങ്കിലും ആയിരിക്കും. എന്നെ ലോകത്തിന് മുന്നിൽ അപമാനിച്ച് തന്റെ ഭാര്യയാക്കി മാറ്റാൻ അയാൾ തന്നെ ഒരുക്കിയ കെണി. പക്ഷേ ഇന്ന് ആ കെണിയിൽ അയാൾ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ഇയാളെ ഇനിയും വെറുതെ വിടരുത് ഓഫീസർ. ശ്രുതിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ടതോടെ പോലീസ് വിക്രമിനെ ബലമായി പിടികൂടി. ഒരു വാക്കുപോലും മിണ്ടാനാകാതെ തലകുനിച്ച് ഒരു കുറ്റവാളിയെ പോലെ വിക്രം പോലീസുകാരോടൊപ്പം നടന്നു. ഫ്ലാഷ് ലൈറ്റുകൾ അപ്പോഴും വിക്രമിന്റെ പതനം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം വിക്രമിന്റെ ഗേൾഫ്രണ്ട് മായ താൻ വിശ്വസിച്ച കാമുകൻ തന്നെ ഇത്ര വലിയൊരു ചതിയിൽപ്പെടുത്തിയതും പോലീസിന്റെ പിടിയിലായതും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തരിച്ചു നിന്നു. അവളുടെ ലോകം തന്നെ അവിടെ തകരുകയായിരുന്നു. എല്ലാം ശാന്തമായ ശേഷം ഹോട്ടലിൽ നിന്നും ഒരു വിജയിയെ പോലെ ഇറങ്ങി തന്റെ കാറിൽ യാത്ര തിരിക്കുകയായിരുന്നു ശ്രുതി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത കാർ തന്നെ പിന്തുടരുന്നത് അവൾ ശ്രദ്ധിച്ചു. വിജനമായ ഒരു റോഡിലെത്തിയതും ആ കാർ ശ്രുതിയുടെ വണ്ടിക്ക് കുറുകെ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. കാറിൽ നിന്ന് ഇറങ്ങിയത് റോഷനും അവൻ ഏർപ്പാടാക്കിയ ഒരു കൂട്ടം ഗുണ്ടകളുമായിരുന്നു. വിക്രമിന് പറ്റിയ അമളിക്ക് പകരം ചോദിക്കാനും ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കാനുമായിരുന്നു അവന്റെ പ്ലാൻ. ശ്രുതി ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചുറ്റും ഗുണ്ടകൾ വളഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചുപോയി. റോഷൻ പരിഹാസത്തോടെ ശ്രുതിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നാൽ അവൻ കൈ ഉയർത്തുന്നതിന് മുൻപ് ദൂരെ നിന്ന് ഒരു എഞ്ചിന്റെ ഗർജനം കേട്ടു. പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദത്തോടെ ഒരു കാർ അവിടേക്ക് പാഞ്ഞു വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അമിത് മൽഹോത്രയായിരുന്നു അത്. തന്റെ വണ്ടിയിൽ നിന്നിറങ്ങിയ അമിത്തിന്റെ കണ്ണുകളിൽ അഗ്നിയായിരുന്നു. എന്റെ അനുവാദമില്ലാതെ ഇവളെ തൊടാൻ നിനക്ക് ധൈര്യമായോടാ? പിന്നീട് അവിടെ നടന്നത് ഒരു വമ്പൻ പോരാട്ടമായിരുന്നു. അമിത് ഓരോ ഗുണ്ടയെയും തരിപ്പണമാക്കി. അവസാനമായി റോഷന്റെ ഊഴമായിരുന്നു. അമിത് അവന്റെ മേൽ ആഞ്ഞടിച്ചു. റോഷന്റെ കരച്ചിൽ ആ പ്രദേശം മുഴുവൻ മുഴങ്ങി. അവന്റെ കാലും കൈയും തല്ലിയൊടിച്ച് അമിത് അവനെ നിലത്തിട്ടു. അവസാനമായി റോഷന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അമിത് ആ ഫൈനൽ വാർണിംഗ് കൊടുത്തു. ഇനി മേലിൽ എന്റെ കമ്പനിയുടെ പരിസരത്തോ ആ വീടിന്റെ അടുത്തോ കണ്ടുപോയാൽ നിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ തല്ലിയൊടിക്കും. ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. പോടാ. ഭയം കൊണ്ട് വിറച്ച റോഷൻ പിച്ചവെച്ച് അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടു. അമിത് തിരിഞ്ഞ് ശ്രുതിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ നന്ദിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആക്രമികളെല്ലാം ഓടിമറഞ്ഞു. അന്തരീക്ഷം ശാന്തമായി. അമിത് പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ മുഖത്ത് ആ പഴയ ഗൗരവമില്ലായിരുന്നു. പകരം കുസൃതി നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു. ശ്രുതിയുടെ മുഖത്തിന് തൊട്ടടുത്തെത്തി അവൻ ചോദിച്ചു, അപ്പോൾ ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? നിനക്ക് എല്ലാം ഓർമ്മയുണ്ടായിരുന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ നീ അഭിനയിക്കുകയായിരുന്നു. ശ്രുതി മറുപടി ഒന്നും പറയാതെ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. തന്റെ ഓരോ നീക്കവും അമിത് അറിയുന്നുണ്ടായിരുന്നുവെന്നും താൻ അപകടത്തിൽപ്പെടുമ്പോഴെല്ലാം ഒരു കാവൽ മാലാഖയെ പോലെ അവൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഈ ലോകത്ത് തനിക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഏക വ്യക്തി അവനാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. തന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ അമിത് വിരലുകൾ കൊണ്ട് തുടച്ചു മാറ്റി. ആ വെള്ളാരം കണ്ണുകളിലെ തിളക്കം അവനെ പ്രണയാതുരനാക്കി. പതുക്കെ അതീവ വാത്സല്യത്തോടെ അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ആ ചുംബനത്തിൽ അമിത് അവൾക്ക് നൽകിയത് ഒരു വാഗ്ദാനമായിരുന്നു. ഇനിയുള്ള കാലം മുഴുവൻ നിഴലായി തണലായി കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം. അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടർന്ന ആ ആകാശത്തിന് താഴെ അവർ രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടന്നു നീങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. നീ വന്നൊഴുകിയപ്പോൾ എൻ്റെ ഹൃദയം വഴിമാറി, പറയാതെ പറഞ്ഞ സ്നേഹം കണ്ണുകളിൽ എഴുതി. നിശബ്ദമായ രാവുകളിൽ നീ വെളിച്ചമായി നിന്നു. പേരുപോലും ചോദിക്കാതെ ജീവിതം മാറിപ്പോയി. ഓരേ പോലും ഇന്നും പാട്ടായി മാറുന്നുവേ. നിന്റെ സാന്നിധ്യം മാത്രം
മതി എനിക്ക് ജീവിക്കാൻ. നീ മാത്രം, നീ മാത്രം. എന്റെ ഉള്ളിൽ പെയ്യുന്ന മഴ, ഒഴുകിപ്പോകുന്ന നിമിഷങ്ങൾ, നിന്റെ പേരിൽ നിലനിൽക്കും. നീ മാത്രം, നീ മാത്രം. എന്റെ ശ്വാസം തേടിയ സ്നേഹം, ഒരു നോട്ടം കൊണ്ടു തന്നെ ലോകം പുതുതായി തീർക്കും. മഴയായി നീ തൊടുമ്പോ വേദന അകലെയായി, കൈ പിടിച്ച് നടന്ന വഴികൾ സ്വപ്നങ്ങളായി മാറി. നിന്റെ ചിരിയിൽ ഞാൻ കണ്ടു നാളുകളുടെ അർത്ഥം, ഇന്ന് വരെ അറിയാത്ത സന്തോഷത്തിന്റെ രൂപം. അകലെ നിന്നാൽ പോലും ഹൃദയം നിന്നെ വിളിക്കും, കണ്ണടച്ചാൽ പോലും നിന്റെ മുഖം തെളിയും. നീ മാത്രം, നീ മാത്രം. എന്റെ ഉള്ളിൽ പെയ്യുന്ന മഴ, വാക്കുകൾ മതി വരാതെ, സ്നേഹം പാട്ടായി ഒഴുകും. നാളെ എന്താകും എന്നറിയില്ല, എവിടെ വരെ പോകും വഴികൾ. പക്ഷേ ഈ ഹൃദയം പറയും, നീ ഉണ്ടെങ്കിൽ മതിയല്ല. നീ മാത്രം.